ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു D4 ഡിജിറ്റൽ. ഇനി കളി കളറാകും. മലയാളത്തിലെ ആദ്യ സമ്പൂർണ്ണ സ്പോർട്സ് ചാനൽ സ്പോർട്സ് റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക്. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു പരസ്യമാണ് റിപ്പോർട്ടർ ചാനൽ അവരുടെ പേജിലുണ്ടായിരുന്നത്. റിപ്പോർട്ടർ ചാനലിൻ്റെ അരുൺ കുമാർ ഈ ഒരു ചാനലുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷനുകളും നമുക്ക് നൽകിയിരുന്നു. പക്ഷേ എല്ലാവരും ചോദിച്ചൊരു ചോദ്യമായിരുന്നു, ഇത് യൂട്യൂബിൽ മാത്രമാണോ ഉണ്ടാവുക, അതല്ലെങ്കിൽ നമുക്ക് സാധാരണ കേബിൾ ചാനൽ കാണുന്ന പോലെ കാണാവുന്ന ഒരു സമ്പൂർണ്ണ മലയാളം ചാനൽ ആകുമെന്ന് നമ്മളെല്ലാം ഉറ്റുനോക്കിയിരുന്നു. പക്ഷേ അതിനുശേഷം തൊട്ടടുത്ത നിമിഷം തന്നെ മറ്റു പല ചാനലുകളും ഇതുപോലുള്ള ഒരു അപ്ഡേഷൻ നൽകിയിരുന്നു. മീഡിയ വൺ ആയിരുന്നു ആദ്യം തന്നെ ഇങ്ങനെ ഒരു പരസ്യം നൽകിയത്. കളി പറയല്ലേ, അതിവേഗം 1,00,000-ലധികം പ്രേക്ഷകരെ സ്വന്തമാക്കിയ ആദ്യ മലയാള സ്പോർട്സ് ചാനൽ മീഡിയ വൺ സ്പോർട്സ് എന്നുള്ള ഒരു ചാനലാണെന്നാണ് അവരുടെ പരസ്യത്തിൽ നൽകിയിരുന്നത്. അതിനുശേഷം തൊട്ടടുത്ത നിമിഷത്തിന് അടുത്ത ചാനലും, അതായത് ന്യൂസ് മലയാളം 24/7 അവരും ഇങ്ങനെ ഒരു പരസ്യം നൽകി. കളി തുടങ്ങിയിട്ട് കുറച്ചായി, സ്പോർട്സ് വാർത്തകളുടെ ഒറ്റ ക്ലിക്ക് ന്യൂസ് മലയാളം 24/7 സ്പോർട്സ് എന്നുള്ള അവരുടെ ഒരു പരസ്യവും വന്നു. ഇതോടുകൂടി തന്നെ പ്രേക്ഷകർക്കെല്ലാം സംശയം വളരെയധികം കൂടി. ഇത് ലോക്കൽ കേബിൾ ടി വിയിൽ കാണുന്ന ഒരു സാറ്റലൈറ്റ് ചാനലാണോ, അതല്ലെങ്കിൽ യൂട്യൂബിൽ മാത്രമുള്ള ചാനലാണോ എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും സംശയം. കേരള വിഷൻ ഉൾപ്പെടുന്ന ഒരു MSIയും അവരുടെ നെറ്റ്വർക്കിൽ സ്പോർട്സ് റിപ്പോർട്ടർ എന്നൊരു ചാനൽ സംപ്രേഷണം ആരംഭിക്കാൻ പോകുന്നുണ്ട് എന്നുള്ള ഒരു വിവരവും നൽകിയിരുന്നില്ല. ഇതോടുകൂടി ഇതൊരു യൂട്യൂബ് ചാനൽ മാത്രമായിരിക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. എല്ലാവരും റിപ്പോർട്ടർ TVയെ വളരെയധികം കളിയാക്കിയിരുന്നു. ഈ ഒരു ചാനൽ യൂട്യൂബിൽ മാത്രമുള്ള ഒരു ചാനലിന് വേണ്ടിയിട്ടാണോ ഇതുപോലുള്ള ഒരു പരസ്യം നൽകിയത്, എല്ലാ പ്രേക്ഷകരെയും പൊട്ടന്മാരാക്കുകയാണെന്നാണ് എല്ലാവരും ചോദിച്ചിരുന്നത്. ഇന്ന് വൈകുന്നേരം 4 മണിക്കായിരുന്നു ഈ ഒരു ചാനലിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ലോഞ്ചിങ്, യൂട്യൂബ് ചാനലിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ലോഞ്ചിങ്. യൂട്യൂബ് ചാനൽ മാത്രമാണെങ്കിൽ ഇത്ര ബിൽഡപ്പ് കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്നാണ് എല്ലാ പ്രേക്ഷകരും ചോദിച്ചിരുന്നത്. എല്ലാവരും ഇതൊരു മലയാളം കമൻറ്ററിയോട് കൂടി ഒരു മലയാളം ചാനലിന് വേണ്ടിയിട്ടായിരുന്നു കാത്തിരുന്നത്. അതുകൊണ്ടാണ് മീഡിയ വണ്ണും ന്യൂസ് മലയാളം 24/7 എല്ലാം മുൻകൂട്ടി ഇത് പറഞ്ഞത്. അവരല്ല, റിപ്പോർട്ടർ അല്ല ആദ്യമായി സ്പോർട്സ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. സ്പോർട്സിന് വേണ്ടി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ആദ്യം മീഡിയ വണ്ണും അതിനുശേഷം ന്യൂസ് മലയാളം 24/7 നിലവിൽ ഈ ഒരു ചാനലുണ്ട്, യൂട്യൂബ് ചാനലുണ്ട് സ്പോർട്സിന് വേണ്ടി മാത്രമായിട്ടുള്ളത്. സ്പോർട്സ് റിപ്പോർട്ടറിൻ്റെ ഔദ്യോഗിക ലോഞ്ചിങ്ങിന് ശേഷം അവരുടെ MD ആൻഡോ അഗസ്റ്റിൻ ഒരു 2 വാചകം കൂടി പറഞ്ഞു. ഇതൊരു യൂട്യൂബ് ചാനൽ മാത്രമായിരിക്കില്ല, അധികം വൈകാതെ തന്നെ ഇത് നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്കും എത്തുമെന്ന്. വിചാരിക്കുമ്പോൾ ഇതൊരു യൂട്യൂബ് ചാനലോ ഡിജിറ്റൽ ചാനലോ മാത്രമായി മാറുമെന്നുള്ളത് അങ്ങനെയല്ല. റിപ്പോർട്ടർ TVയുടെ സ്പോർട്സ് ചാനൽ കംപ്ലീറ്റ് സ്പോർട്സ് ചാനലായി എല്ലാവരുടെയും വീടുകളിൽ എത്തുന്ന ദിവസം അധികം വിദൂരമല്ല എന്നുള്ളതാണ് സത്യം. ആൻഡോ അഗസ്റ്റിൻ്റെ ഈ ഒരു വാക്കിലാണ് എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുന്നത്. സ്പോർട്സ് റിപ്പോർട്ടർ ഒരു യൂട്യൂബ് ചാനലായി മാത്രം ഒതുങ്ങില്ലെന്നും പ്രേക്ഷകരുടെ സ്വീകരണ മുറിയിലേക്ക് ഇതൊരു സാറ്റലൈറ്റ് ചാനലായി എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.